കാറ്ററിംഗ് യൂണിറ്റ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നു. ജഗന്നിവാസൻ ഇയാനിയുടെ സ്മരണയ്ക്കായി മകൻ സനീഷ് ജഗന്നിവാസ്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. നിങ്ങൾക്ക് തന്ന ടൈം വാണിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ജലഘോഷയാത്ര ആരംഭിക്കുകയാണ്. പാലത്തിന്റെ തെക്കുവശത്തായി കിടക്കുന്ന വള്ളങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എത്രയും നമ്മുടെ നാട്ടിയുടെ പ്രിയങ്കരിയായ ജലഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. നമ്മുടെ തൃപ്രയാർ ജലോത്സവത്തിന്റെ ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞാഘോഷിക്കാം. പ്രിയപ്പെട്ടവരെ, ജലഘോഷയാത്ര ആരംഭിക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജലഘോഷയാത്ര ആരംഭിക്കുകയാണ്. ഇത് ഇടതുവാരി പിടിക്കുകയാണ്, പക്ഷേ നമുക്ക് വലതുവശം ആരും പിടിക്കുക. ഇനിയും സമയവിളംബം കൂടാതെ ജലഘോഷയാത്ര ആരംഭിക്കേണ്ടതുണ്ട്. ഏതാണ്ട് നമുക്ക് ഓണം ആരംഭിക്കുന്നത് തൃപ്രയാർ ജലോത്സവത്തോടു കൂടിയാണ്. ഈ തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ആരാധ്യയായ നമ്മുടെ നാട്ടിക MLA, നാട്ടികയുടെ ചങ്കായ നമ്മുടെ ഗീതാ ഗോപി അവർ നമുക്ക് ഈ വാലിൽ ആ വെള്ള പതാക വീശി കാണിച്ച് നമ്മുടെ ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല കൈയിലേക്ക് കൊടുക്കുക. നമ്മുടെ ഉത്സവം തൃപ്രയാർ ജലോത്സവത്തോടെ ആരംഭിക്കുക.
കാനാടികാവിലെ വിഷ്ണു ഭാരതീയ സ്വാമികൾ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ, കൺവീനർ ഉൾപ്പെടെ എല്ലാ ആളുകളും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ. ഇതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറയാനിരിക്കുന്നേ ഉള്ളൂ. ഞാനൊരു ആമുഖമായി മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങളെ സൂചിപ്പിച്ചാണ്. എന്തായാലും ആ ജലഘോഷയാത്ര ആരംഭിക്കുക. ജലഘോഷ ആരംഭിക്കുന്നതിന്റെ സൂചകമാണത്. ജലഘോഷയാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരും വിവിധ തരത്തിലുള്ള ദൃശ്യങ്ങളിൽ നല്ല മനോഹരമായിട്ട് ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകണം. മത്സരത്തിൽ പങ്കെടുക്കേണ്ട വള്ളങ്ങൾ എല്ലാവരും തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകണം. ആയിട്ട് നിൽക്കുകയാണ് എല്ലാ വള്ളങ്ങളും. സെന്റ് ജോസഫ്, നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോക്കോ. മയിൽവാഹന, നിങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകണം. എല്ലാവരും. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങള് ജലഘോഷയാത്രയിൽ ഒരുപാട് നേരം ഇവിടെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ശ്രീമതി മേരി തോമസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയപരമായിട്ടുള്ള ഒരു തീരുമാനം, ഇതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ, 2 പഞ്ചായത്തുകൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്നലെയും മെലിഞ്ഞാളുമായി സാമ്പത്തിക സഹായം നൽകി എന്നുള്ള KM ഷാജി വകുപ്പ് മന്ത്രിയുടെ ഓർഡർ കൃത്യസമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞ ഒരു MLA ഉത്തരവാദിത്തം വരും വർഷങ്ങളിൽ അത് ഫലപ്രദമായി തന്നെ ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ജലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. ഒരു ആദ്യ മത്സരത്തിന്റെ എല്ലാ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് കടന്നു വരുമ്പോ ആവേശമുള്ള സുന്ദരമായ നോക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. 1-ാം നമരവും 2-ാം നമരവും ചില വള്ളത്തിൽ 3-ാം നമരം വരെ ഏതാണ്ട് എഴുന്നേറ്റ് നിന്ന് അവരുടെ നെടുമ്പന്തായം കൊണ്ട് ആ ജനഗണങ്ങളെ ആകാശം കൊണ്ട് കോരിയെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ആരാണ്? ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മണപ്രാതുരുത്തോ അല്ലെങ്കിൽ ജിബി തട്ടകനോ പമ്പാവാസനും ജിബി തട്ടകനും ഇഞ്ചുകളുടെ വ്യത്യാസം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മണപ്രാതിരുത്ത് തെല്ലൊന്ന് പിന്നിലേക്ക് പോയോ? പക്ഷേ അവര് ഉജ്ജ്വലമായി സ്പോൺസർമാര് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്പം പോലും കുറക്കാതെ അവരും ഫിനിഷിംഗ് പോയിന്റിനെ തൊട്ടു നൽകിക്കൊണ്ട് കടന്നു പോവുകയാണ്. 1-ാമത്തെ ഹീറ്റ്സ് മത്സരം ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അതുപോലെ ചെറിയ പണ്ഡിതൻ, അങ്ങനെ മയിൽവാഹനൻ, 3 വള്ളങ്ങളും ഒരല്പം മുൻപിൽ നമ്മുടെ പുണ്യാളനാണോ ജലോത്സവ പ്രേമികൾ പുണ്യാളനെ നോവിനെ പേരിട്ട് വിളിക്കുന്ന കഴിഞ്ഞ തൃപ്രയാർ ജലോത്സവത്തിൽ 2025 ഈ ട്രാക്കിനെ കീഴടക്കിയ സെന്റ് സെബാസ്റ്റ്യൻ അമ്പറ്റോ ഒരല്പം മുമ്പിലാണോ? ഇല്ല, ഒപ്പുകൊണ്ട് ചെറിയ പണ്ഡിതൻ. എന്തൊരാവേശം! ആവേശപ്പോലെ അങ്ങനെ മുറുകുമ്പോൾ അയ്യടാ പോയടാ എന്നുള്ള താളത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ അമ്പറ്റോ, ചെറിയ പണ്ഡിതൻ, മയിൽവാഹനൻ ആ ഫിനിഷിംഗ് ടച്ചൊക്കെ എടുത്ത് അത് സെന്റ് സെബാസ്റ്റ്യൻ അമ്പറ്റോ നമ്മുടെ അടിയത്തെ വിനയേട്ടനൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കുത്തിയെറിഞ്ഞുകൊണ്ട് ആ ഫിനിഷിംഗ് ലൈനിനെ ആദ്യം തൊടാൻ ഇങ്ങനെ പാഞ്ഞെടുക്കുമ്പോൾ ചെറിയ പണ്ഡിതനും വിട്ടുകൊടുക്കാതെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഫിനിഷിംഗ് ലൈനിൽ തൊട്ടുപോകുമ്പോൾ നമ്മുടെ മയിൽവാഹനൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റത്തടി തമ്പകത്തിൽ തീർത്ത നമ്മുടെ പ്രിയപ്പെട്ട മയിൽവാഹനൻ, അവര് തുടക്കക്കാരാണ് കേട്ടോ. ഗുരുവായൂർ ടൗൺ ബോട്ട് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ബോട്ട് ക്ലബ്ബ് ഒക്കെ ഉണ്ടാക്കി ജലോത്സവത്തിന്റെ മേഖലകളിലേക്ക് തുടക്കം വെച്ച് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഈ സീസണിലെ ആദ്യ ജലോത്സവത്തിൽ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം നമുക്ക് മുൻപിൽ കാഴ്ചവെച്ചുകൊണ്ട് അവരങ്ങനെ കടന്നു പോകുന്നു. എന്തായാലും നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമുരുകൻ വള്ളവും ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിനെ പുലുക്കിക്കൊണ്ട് കടന്നു പോവുകയാണ്. കയ്യടികൾ കുറഞ്ഞു പോകാതെ, ആർക്കുളികൾ കുറഞ്ഞു പോകാതെ അതാ നമ്മുടെ ഗോതിരത്തിന്റെ അടിയക്കാരൻ അങ്ങനെ ആ ഇടിയിൽ നിന്നുകൊണ്ട് ശക്തമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരൽപ്പം മുൻപിലേക്ക് ഗോതിരത്ത് ഇവിടെ ഈ തൃപ്രയാറിന്റെ തിരുനടയിൽ ആ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടി ഗോതിരത്ത് ഇതിനെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മയിൽപീലി ഒപ്പത്തിനൊപ്പം ഗോതിരത്ത് മയിൽപീലി ഇഞ്ചോടിഞ്ച് ഗോതിരത്ത് മയിൽപീലി ശക്തമായിട്ടുള്ള ഒരു മത്സരം, ഒരു ഫൈനലിനെ പോലും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ഫൈനലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട്
രണ്ട് കളിവള്ളങ്ങളും കടന്നുപോയെങ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇത് ഈ തൃപ്രയാർ ജലോത്സവത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് സെന്റ് ജോസഫും സൺറൈസ് ഒരുമണിയൂരും കടന്നുപോയെങ്കിൽ ഇവിടെ ഈ തൃപ്രയാർ ജലോത്സവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരള ബോട്ടേഴ്സ് ക്ലബ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2026 ആദ്യമായി നടത്തപ്പെടുന്ന നമ്മുടെ ജലോത്സവമാണ്, നമ്മുടെ നാടിന്റെ ഉത്സവമാണ്. ഈ ഉത്സവം ഏറ്റവും മനോഹരമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും എല്ലാ കളിവള്ളങ്ങളും സൈഡിലേക്ക് ഒതുക്കിയിടണം. കാരണം കണ്ടത് മനോഹരമെങ്കിൽ കാണാനിരിക്കുന്നത് അതിമനോഹരമാണ്. എ ഗ്രേഡിന്റെ ജനരാജാക്കന്മാരുടെ തീപാറും പോരാട്ടങ്ങൾക്ക് ഇവിടെ അരങ്ങുണരുമ്പോൾ ഏവരും കണ്ണുകൂർപ്പിച്ചുകൊണ്ടും കാതുകൾ ഇങ്ങനെ കാതോട് കാത് കേൾക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഇനി വരാനിരിക്കുന്നത് മധ്യ കേരളത്തിന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള ജലരാജാക്കന്മാരുടെ തീപാറും പോരാട്ടങ്ങളാണ്. ഗരുഡനും താടിയനും ഗോതുരുത്തുപുത്രനും അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ കമന്റേറ്റർമാരെ പറയാതെ തന്നെ നിങ്ങൾ കൈയടിക്കും, പറയാതെ തന്നെ നിങ്ങൾ ആർപ്പ് വിളിക്കും. പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റൻ സനു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കളിച്ചത് പ്രജൻ പ്രകാശ്, മനീഷും നന്ദനും മണിയും അമരവും നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഗരുഡ എന്തൊരു വരവ്. താണിയൻ TBC കൊച്ചിൻ ടൗൺ TBR ബോയ്സ് തൃപ്രയാർ KR രതീഷ് ക്യാപ്റ്റൻ ലീഡിംഗ് ക്യാപ്റ്റൻ. അങ്ങനെ മനോഹരമായി സുന്ദരമായി നമ്മുടെ താണിയനും ഗരുഡനും പോലും കുറക്കാതെ ആവേശത്തോടെ ആ മത്സരത്തിന്റെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോവുകയാണ്. തൃപ്രയാർ ജലോത്സവത്തിന്റെ ഈ ഒരു മഹിമ വാനോളം ഉയർത്തിക്കൊണ്ട് രണ്ട് ടീമുകളും അങ്ങനെ മത്സരിച്ച് ഏകദേശം 900 മീറ്ററോളം വരുന്ന ഈ കനാലിന്റെ പകുതി ദൂരത്തിലേക്ക് എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഗരുഡനും താണിയനും ഗോതുരുത്തുപുത്രനും ഏറ്റുമുട്ടിയപ്പോൾ കണ്ട ഒരാരവം നിങ്ങൾക്കിടയിലില്ലാത്തത് എത്ര ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ്. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പൂഞ്ഞിരത്തമ്മ ഒരൽപ്പം മുൻപിലല്ലേ, ഇല്ല വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ചങ്കുപൊട്ടി തുഴകളെറിഞ്ഞുകൊണ്ട് ഇവിടെ ഈ തൃപ്രയാർ ജലോത്സവ ഗോതുരുത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഒപ്പമുണ്ട്. എത്ര സുന്ദരമായിട്ടുള്ള ഒരു മത്സരമാണ്. ഇതാ ഈ ഫിനിഷിംഗ് ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കൈയടിച്ച്, ഒന്ന് ആർപ്പ് വിളിച്ച്, ഒന്ന് ആരവം കൊടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതാ കൈമേയി മറന്ന് പോരാടുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച. എത്ര ശക്തമായ തുഴച്ചിലാണ് ആ കൈമാടിക്കുട്ടന്മാരുടെ ആ കരുത്ത് ആ തുഴകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഈ ഫിനിഷിംഗ് ലൈനെ ലക്ഷ്യമാക്കി കൊഞ്ഞിരത്തമ്മ ഒരൽപ്പം മുമ്പിലേക്ക് ഇല്ല ഒപ്പം പിടിക്കാൻ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. എന്തൊരു സുന്ദരമായിട്ടുള്ള ഒരു മത്സരമാണ്. എന്തായാലും തൃപ്രയാർ ജലോത്സവം 2026 ഓരോ മത്സരങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന കല്ലായം വലിച്ച് വെള്ളത്തിലേക്ക് താത്തി കുത്തിയെറിയുന്ന ആ താണിയൻ ഗ്രേറ്റിന്റെ വരവ് ഒന്ന് നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ. എന്റെ പ്രിയപ്പെട്ട ഹനുമാനെ നിനക്ക് പറ്റിയത് ചില സമയം അങ്ങനെയാണ്. ചില സമയം നമുക്ക് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ സമയം അനുകൂലമല്ലാതെ വരും. പക്ഷേ നല്ല പാരമ്പര്യമുള്ള നല്ല കരുത്തുള്ള ടീമാണ് യുവശക്തി പുളിയന്തുരുത്ത്. കുട്ടന്മാരെ ഒന്ന് വരവേറ്റ് അതാ മയിൽപീലി ഒരൽപ്പം മുൻപിലേക്ക് ഇല്ല ഒപ്പമുണ്ട് തട്ടകത്തമ്മ പമ്പാവാസൻ ചെറിയ പണ്ഡിതൻ ആവേശം വാനോളം ഉയർന്ന തട്ടകത്തമ്മ മയിൽപീലി പമ്പാവാസൻ ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് 4 കളിവള്ളങ്ങളും തങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ തന്നെ ഒരൽപ്പം കുതിച്ചു പാഞ്ഞ് കടന്നു വരികയാണോ? ഇല്ല, വടക്കുംപുറമാണ്. മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന വടക്കുംപുറം ഏതാണ്ട് വഞ്ചിപ്പാടുകൾ മുന്നിലായി കുതിച്ച് പാഞ്ഞ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കുതിച്ച് 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 ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഇതാ ആ മത്സരത്തിന്റെ വളരെ ശുഭമുഹൂർത്തമായി 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി ജനിത്തട്ടകരും അതോടൊപ്പം തന്നെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2ഉം അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആട്ടിത്താണിയത്ത് സെലസ്റ്റിൻ താണിയത്ത് അനീഷ് താണിയത്ത് എന്നിവരുടെ നമ്മുടെ താണിയൻ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള താണിയൻ വള്ളം അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജിനീഷും ജയന്തിയേട്ടനും ചേർന്ന് അണിയിച്ചൊരുക്കിയ അരങ്ങിന്റെ തമ്പുരാട്ടിക്കുട്ടി എന്നറിയപ്പെട്ട പൊന്നത്തമ്മ. എന്തൊരു മത്സരം. ഗരുഡൻ ട്രാക്കിനു മീതെ പറന്നിറങ്ങുകയല്ലേ. വീണ്ടും രണ്ടാമതും ഈ തൃപ്രയാർ ദേവരുടെ തിരുനടയിൽ ഞാൻ തന്നെ എന്ന് ഊറ്റുറപ്പിച്ചുകൊണ്ട് ഗരുഡനത പോറിപ്പറക്കുന്നു. ട്രാക്കിനു മീതെ പറന്നിറങ്ങുന്നു. സുന്ദരമായിട്ടുള്ള ശക്തമായ
ശക്തമായിട്ടുള്ള തുഴച്ചിൽ കാഴ്ചവെച്ചുകൊണ്ട് TBC കൊച്ചിൻ ടൗണിന്റെ ഗരുഡൻ കടന്നുപോയെങ്കിൽ വെണ്ണക്കൽ കടവ് ബോയ്സിന്റെ നേതൃത്വത്തിൽ താണിയന്റെ ഗ്രേറ്റ് അങ്ങനെ ശക്തമായി തുഴകളിലൂടെ കടന്നു വരുമ്പോൾ മഹിമ നാട്ടികയുടെ നേതൃത്വത്തിൽ പൊന്നിരത്തമ്മ ഒപ്പം വെച്ചിട്ടുണ്ട്. സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മത്സരം സമ്മാനിച്ചുകൊണ്ട് 2026 തൃപ്രയാർ ജലോത്സവത്തെ ജലോത്സവ ലോകത്തിന്റെ ജലോത്സവ പ്രേമികളുടെ ഇടനെഞ്ചിലേക്ക് ആവേശത്തിന്റെ തീജ്വാലയായി മനസ്സിൽ നല്ലൊരു ദൃശ്യാവിഷ്കാരം നല്ലൊരു കാഴ്ച സമ്മാനിച്ചുകൊണ്ട് ഇവിടെ ഏകരയുടെ വിഭാഗത്തിന്റെ ഫൈനൽ മത്സരം നല്ല കോരിച്ചൊരിയുന്ന മഴയുടെ സാന്നിധ്യത്തിൽ ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾ ഇവിടുത്തെ ഈ ജലോത്സവത്തെ നെഞ്ചിലേറ്റിയെങ്കിൽ അതാണ് ഈ തൃപ്രയാർ ജലോത്സവം മറ്റ് ജലോത്സവങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. കാരണം ഇന്ന് ഈ തിരുവോണ നാളിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തൃപ്രയാർ ജലോത്സവത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ജനത, ആ ജനതയുടെ ഏറ്റവും വലിയ വിജയമാണ് ഈ തൃപ്രയാർ ജലോത്സവം. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 3 കളിവള്ളങ്ങളും തങ്ങളുടെ ആദ്യ സീസണിലെ ആദ്യ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഈ കനാലിനെ തൊട്ട് തലമുടിക്കൊണ്ട് നമുക്ക് മുൻപിലൂടെ കടന്നുപോയി. എന്തായാലും ഇതിന്റെ ഫൈനൽ മത്സരത്തിൽ 1 ട്രാക്കിലൂടെ കടന്നു വന്ന ഗരുഡൻ വിജയിച്ചതായി ജഡ്ജ്മെന്റ് അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അത്തകത്തമ്മയുടെ ക്യാപ്റ്റനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നല്ല കൈയടിയൊക്കെ കൊടുക്കുന്നേ. അടുത്തത് നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രോഫി നൽകുന്നു. നമ്മുടെ പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രോഫി നൽകുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഏതാണ്ട് നെഹ്റു ട്രോഫി തുല്യമായ മാതൃകയിലുള്ള അച്ചട്ടായ ട്രോഫി ഏറ്റുവാങ്ങുന്നു. പിന്നെ കാരാട്ടിക്കാവ് പെരിങ്ങോട്ടുകര ട്രോഫിയും ബി ഗ്രേഡിന്റെ ഫസ്റ്റിനുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ എ ഗ്രേഡിന്റെ 3ാം സ്ഥാനത്തുള്ള ട്രോഫി സമ്മാനിച്ചിരിക്കുകയാണ്. താണിയം ദി ഗ്രേറ്റ് കുട്ടികളെ ഗരുഡന്റെ ഏറ്റവും നല്ല